നിങ്ങൾ മേഘവിസ്ഫോടനം എന്ന് കേട്ടിട്ടുണ്ടോ? അതെ, ഇതും ഒരു തരത്തിലുള്ള സ്ഫോടനം തന്നെയാണ്. അതായത് ഒരു സ്ഥലത്ത് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നതിനെയാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് മേഘവിസ്ഫോടനങ്ങൾ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, സാധാരണ ഭൂമിയിൽ അമിത ചൂട് വർദ്ധിക്കുമ്പോൾ സമുദ്രത്തിൽ നിന്നോ മറ്റ് ജലാശയങ്ങളിൽ നിന്നോ വലിയ തോതിലുള്ള ജലം നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് പോകും. എന്നാൽ ഈ നീരാവി സഞ്ചരിച്ച് അന്തരീക്ഷത്തിലെ വളരെ തണുപ്പേറിയ ഉയരങ്ങളിൽ എത്തുമ്പോൾ അവ പെട്ടെന്ന് ഘനീഭവിച്ച് മേഘങ്ങളായി മാറും. എന്നാൽ ഇത്തരം മേഘങ്ങൾ വളരെ ചെറിയ കാറ്റ് മൂലമോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ മർദ്ദത്തിന്റെ അസന്തുലിതാവസ്ഥ മൂലമോ ചില സമയത്ത് ഒരു പ്രദേശത്ത് തന്നെ കുടുങ്ങിപ്പോകും. എന്നാൽ പിന്നീട് ഇത്തരം മേഘങ്ങൾ ആ പ്രദേശത്ത് നിന്ന് തന്നെ മഴയായി പെയ്യാൻ തുടങ്ങും. എന്നാൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഏതാണ്ട് ദിവസങ്ങളോളം നിന്ന് പെയ്യേണ്ട മഴയായിരിക്കും വെറും മിനിറ്റുകൾ കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ ഒരു പ്രദേശത്ത് തന്നെ പെയ്യുക. സോ ഇത്തരം ക്ലൗഡ് ബേസ്റ്റുകൾ സംഭവിക്കുന്ന പ്രദേശങ്ങളിൽ പല ദുരന്തങ്ങളും സംഭവിക്കാറുണ്ട്. അതായത് പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം, വലിയ ഉരുൾപൊട്ടലുകൾ, പല വീടുകൾക്കും ബിൽഡിങ്ങുകൾക്കും വലിയ രീതിയിലുള്ള തകർച്ചകൾ സംഭവിക്കുക തുടങ്ങിയവയെല്ലാം ക്ലൗഡ് ബേസ്റ്റ് മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളാണ്.